കഴിഞ്ഞ ആഴ്ചയിൽ GST സൈറ്റിൽ നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പുതിയ അപ്ഡേറ്റ്സ്, അത് പ്രധാനപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ്സ് ആയിരുന്നു. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലേഴ്സിനും വ്യക്തികൾക്കും എങ്ങനെയാണ് ഒരു ഇ-വേ ബിൽ പോർട്ടലിൽ നിന്നും ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി ആദ്യമായി ഇ-വേ ബിൽ പോർട്ടലിൽ ഒരു ENR 03 എന്ന് പറയുന്ന ഒരു ഫോം ഫിൽ ചെയ്ത് വേണം അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലേഴ്സിന് ഇ-വേ ബിൽ എടുക്കേണ്ടത്. അതിൻ്റെ വിശദമായിട്ടുള്ള ഗൈഡൻസും മറ്റും GSTയുടെ പോർട്ടലിൽ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് ENR 03 ഫോം ഫില്ല് ചെയ്യുന്നത്? സാധാരണയായിട്ട് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡീലർ അവരുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ് ഉപയോഗിച്ചാണ് ഇ-വേ ബില്ല് സൈറ്റിൽ ലോഗിൻ ചെയ്ത് അവർ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലേഴ്സിനും വ്യക്തികൾക്കും അതില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരു എൻറോൾമെന്റ് ഐഡിയും പാസ്വേഡും ലഭിക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ENR 03 ഫോം ഫില്ല് ചെയ്യേണ്ടി വരുന്നത്. ഈ എൻറോൾമെന്റ് ഐഡിയും പാസ്വേഡും കിട്ടിയാൽ നോർമലി ഇ-വേ ബില്ല് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ലോഗിൻ ചെയ്യുന്നത് പോലെ ഈ ഐഡിയും പാസ്വേഡും കൊടുത്തുകൊണ്ട് തന്നെ അൺരജിസ്റ്റേർഡ് പേഴ്സണ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ മാസം ഫെബ്രുവരി 11 മുതലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ENR 03 ഫോം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് ഇത്രയേ ഉള്ളൂ: പാൻ കാർഡ് നമ്പർ, ബിസിനസ് അഡ്രസ്സ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ. എങ്ങനെയാണ് ഇ-വേ ബില്ല് പോർട്ടലിൽ നിന്നും ഈ എൻറോൾമെന്റ് ID എടുക്കുന്നതിന് വേണ്ടി ENR 03 ഫോം ഫില്ല് ചെയ്യുക എന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇ-വേ ബിൽ സൈറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നു. www.evbillgst.gov.in ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്താൽ വോയിസ് ബിൽ സൈറ്റിലേക്ക് പ്രവേശിക്കുന്നു, ഓപ്പൺ ആകുന്നു. ഇതാണ് ഇ-വേ ബിൽ സൈറ്റ്. നോർമലി GST രജിസ്ട്രേഷൻ ഉള്ളവർക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉള്ളതിനാൽ ഇവിടെ കാണുന്ന ഈ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇ-വേ ബില്ല് എടുക്കുന്നതിന് വേണ്ടിയുള്ള സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഇ-വേ ബില്ല് അവർക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലറും അല്ലെങ്കിൽ വ്യക്തിയാണെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഐഡിയും പാസ്വേഡും ഇല്ലാത്തതിനാലാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നത്. രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ENR 03 എന്ന് പറയുന്ന ഫോമിലേക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഈ ഫോം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിലേക്ക് കടക്കുന്നു. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്ന കാര്യങ്ങളാണിവ. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ഓഫ് എൻറോൾമെന്റ്, പർട്ടിക്കുലേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ കോൺടാക്ട് ഇൻഫോർമേഷൻ, ഇമെയിൽ അഡ്രസ് ആൻഡ് മൊബൈൽ നമ്പർ വിൽ ബി യൂസർ ഫോർ ഓതന്റിക്കേഷൻ, ലോഗിൻ ഡീറ്റെയിൽസ്, വെരിഫിക്കേഷൻ എന്നീ കാര്യങ്ങളാണ് മെയിനായിട്ട് ENR 03 എന്ന് പറയുന്ന ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നമ്മൾ കൊടുക്കുന്നു. സെലക്ട് യുവർ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് കേരള കൊടുക്കുന്നു. ഇവിടെ ലീഗൽ നെയിം, എൻ്റർ നെയിം എസ് പെർ പാൻ, നമ്മുടെ പാൻ കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അതേ പേര് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ട്രേഡ് നെയിമാണ്. ഇഫ് എനി നിങ്ങളുടെ ട്രേഡ് നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. പാൻ നമ്പർ, നമ്മുടെ പാൻ നമ്പർ എത്രയാണ് എന്ന് വെച്ചാൽ പാൻ നമ്പർ കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, വാലിഡേറ്റർ ആണ്. ടൈപ്പ് ഓഫ് എൻറോൾമെന്റ് ആണ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത്. അതിൽ അൺരജിസ്റ്റേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്യുന്നു. അൺരജിസ്റ്റേർഡ് റിസിപ്റ്റ്സ് ഓഫ് ഗുഡ്സ് വേണമെങ്കിൽ ചെയ്യാം. ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ഓഫ് എൻറോൾമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ്. നെക്സ്റ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഇതിൽ നമ്മൾ നമ്മുടെ അഡ്രസ്സാണ് മെൻഷൻ ചെയ്യേണ്ടത്. നമ്മുടെ ബിസിനസ് ചെയ്യുന്ന പ്രിൻസിപ്പൽ പ്ലേസിന്റെ അഡ്രസ്സാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ഫില്ല് ചെയ്യേണ്ടത്. ബിൽഡിംഗ് നമ്പർ ഓഫ് ഫ്ലാറ്റ്, ഫ്ലോർ നമ്പർ, നെയിം ഓഫ് ദി പ്രിമിസസ് ബിൽഡിംഗ്, റോഡ് ഓർ സ്ട്രീറ്റ്, സിറ്റി, ടൗൺ, ലൊക്കാലിറ്റി, വില്ലേജ് ഇതിലേതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക. താലൂക്ക് ഓർ ബ്ലോക്ക്, ഡിസ്ട്രിക്റ്റ് ഏതാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് അത് മെൻഷൻ ചെയ്യാം. പിൻകോഡ്, സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഫിൽ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കോൺടാക്ട് ഇൻഫർമേഷൻ ആണ്.
ഇതിൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ആൻഡ് മൊബൈൽ നമ്പർ വളരെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യണം. ബിക്കോസ് ഇത് ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് ചോദിക്കും. OTP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനായിട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് മെയിൽ ID ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം മൊബൈൽ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. മെയിൽ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും വളരെ കൃത്യമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഈ രണ്ടിലും OTP ഓതൻറ്റിക്കേഷൻ വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലോഗിൻ ഡീറ്റെയിൽസ് ആണ്. യൂസർ നെയിം പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന യൂസർ IDയും പാസ്വേഡുമാണ് നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന IDയും പാസ്വേഡും. അതായത് ഈ വെബിൽ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ IDയും പാസ്വേഡും കൊടുക്കുന്നത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന യൂസർ IDയും പാസ്വേഡുമാണ്. ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന പോലെ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ കൺഫേം പാസ്വേഡും ഇതൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സിംഗ് ആണ്. അത് നമ്മൾ എൻ്റർ ക്യാപ്ച നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന അതേ ലെറ്റേഴ്സ് തന്നെ ടൈപ്പ് ചെയ്ത് ഇട്ടതിന് ശേഷം കൺഫേം ചെയ്യുകയാണ്. നമ്മൾ കൺഫേം ചെയ്ത് ഇവിടെ ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അക്നോളജ്മെൻറ്റ് കിട്ടി. അക്നോളജ്മെൻറ്റ് ഫോർ എൻറോൾമെൻറ്റ് ENR 03 ഫോം. ഇതിൽ നമുക്ക് എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ട്, പാൻ നമ്പർ, ലീഗൽ നെയിം, നമ്മൾ ബിസിനസ്സിന് അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫില്ല് ചെയ്ത പോലെ തന്നെ, മൊബൈൽ നമ്പർ, മെയിൽ ID, ലോഗിൻ ID അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് അക്നോളജ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് e-web ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനിലേക്ക് പോകാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള IDയും പാസ്വേഡ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ക്യാപ്ച ലെറ്റേഴ്സ് വളരെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ലോഗിൻ ചെയ്യുന്നു. ഇവിടെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് 2 ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ ആണ്. സാധാരണ e-web ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ലോഗിൻ ചെയ്യുമ്പോൾ ചോദിക്കുന്ന 2 ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ ആണ് ഇവിടെയും സെയിം ചോദിക്കുന്നത്. OTP വെരിഫൈ ചെയ്തതിന് ശേഷം e-web ജനറേറ്റ് ചെയ്യുന്ന പോർട്ടലിലേക്ക് നമ്മൾ എത്തുന്നു. ഇതാണ് e-web ജനറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. e-web എൻട്രി ഫോമാണിത്. ഓട്ടോമാറ്റിക്കായി നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ബിൽ ഫ്രം നമ്മുടെ അഡ്രസ്സാണ് വന്നിരിക്കുന്നത്. ബിൽ ടു നമ്മൾ എവിടേക്കാണോ മെറ്റീരിയൽ നമ്മുടെ പ്രൊഡക്റ്റ് എവിടേക്കാണോ സപ്ലൈ ചെയ്യുന്നത് അവരുടെ അഡ്രസ്സും GST ഉണ്ടെങ്കിൽ GST ഡീറ്റെയിൽസും കൊടുക്കുക. e-web എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, GST കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ അറിയുന്നതിന് ചാനൽ ഫോളോ ചെയ്യുക. ഇസ്ര അക്കാഡമിയിൽ നിന്നും സിൻഡോ കൂനൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.